ഈശ്വര, ഞാനിതെന്താ കാണുന്ന ദേവേട്ടാ? ആ നിൽക്കുന്ന കട്ടുറുമ്പിൽ ഇങ്ങോട്ട് പിടിക്കും നോക്കി നിൽക്കാതെ കഥ ഇങ്ങോട്ട് അടയ്ക്കുന്ന വരുന്ന എനിക്ക്. അമ്മേ, അയ്യോ അമ്മേ, അത് അങ്ങനെയല്ല. അയ്യോ മോളെ, മടിക്കണ്ടേ, ഇങ്ങനെയൊക്കെ തന്നെ തുടക്കത്തില് നിങ്ങൾ കണ്ടിനി. ഞാൻ ഈ കട്ടുറുമ്പിനെ വിളിക്കാൻ വന്നതാ. ശരിയെന്നെങ്കിൽ അമ്മ വാതിരിയേക്കാം. അയ്യോ, നാണം കെട്ട്. എൻ്റെ ഭാര്യയ്ക്ക് ഒരു മുന്തുക വേണമെങ്കിൽ അത് ഡയറക്റ്റായിട്ട് ചോദിച്ചാൽ പോരെ മുത്തേ, അല്ലാണ്ട് പിടിച്ച് വലിച്ച് ബെഡിലേക്ക് തള്ളിയിടേണ്ട ആവശ്യമില്ല. അമ്മ എന്ത് വിചാരിച്ച് കാണുമോ? അയ്യടാ, മൊത്തക്ക് ചോദിക്കാൻ പറ്റിയ മുതൽ മാറി നിൽക്കങ്ങോട്ട്. ഓ, ഈ ദേവേട്ടൻ്റെ വാക്ക് കേട്ടിപ്പോൾ വീണ്ടും ഉപദേശിക്കാൻ പോയാൽ നമ്മൾ ആരായി? അവൻ സോ ഫാസ്റ്റ്. ഓ, ആ കുട്ടീനെ ഓർത്ത് എനിക്ക്. ഞാൻ അറിഞ്ഞു എൻ്റെ പാറു ഇവൻ ഇത്ര ഫാസ്റ്റാന്ന്. ഓ, എന്ത് ഫാസ്റ്റിൻ്റെ കാര്യമായി രണ്ടാളും ഈ ചർച്ച ചെയ്യുന്ന? എന്താ കാര്യം? ഓ, ആ കാര്യങ്ങളൊക്കെ കഴിയാൻ നിൻ്റെ കുഴിക്കുഞ്ഞത്ര വളർന്നിട്ടില്ല. നീ ഇങ്ങനെ നടന്നോ. സ്കൂളിലെ പിള്ളേരെ കണ്ട് നടക്കാനാണ് നിനക്ക് യോഗം. ഇങ്ങനെ ചാടിക്കടിക്കാൻ ഞാൻ എന്നാ പറഞ്ഞത്? അമ്മൂമ്മ, എനിക്ക് വിശക്കുന്നു. സംസാരിച്ച് മാറ്റി തന്നെ കഴിക്കാം. മിനൂട്ടിയെ വിശക്കുന്നുണ്ടോടി? ഞാനാണെങ്കിൽ നിൻ്റെ അച്ഛനെ അമ്മേനെ ചെയ്ത് വിളിച്ചിട്ട് വരാവേ. അങ്ങോട്ട് ഞാൻ പോയി നിന്റെ കാല് ഞാൻ വെട്ടി താഴെ കേട്ടോടാ. ഷേടാ, എൻ്റെ ചേട്ടനൊന്ന് പെണ്ണ് കിട്ടിയപ്പോൾ ഇതൊക്കെ എന്തൊക്കെയാണ് നടക്കുന്നത്? എൻ്റെ മീനൂട്ടി ഇവർക്കെല്ലാവർക്കും ഭ്രാന്തായിടി. നിനക്ക് വാ, ഈ ചെറിയച്ഛൻ വരുത്തരാം, എനിക്ക് ലച്ചുമ്മേനെയും കൂടെ വിളിച്ചേക്കാം. എന്തായാലും ബോസിൻ്റെ കല്യാണത്തിന് നമുക്കും ട്രീറ്റ് തരാൻ തോന്നിയല്ലോ. അത് കൊള്ളാമല്ലേ? കുഴപ്പമില്ലാത്ത മനുഷ്യനാണെന്ന് തോന്നുന്നല്ലേടാ. ഒന്ന് പോയേടാ നന്ദ. അയാളോ? എൻ്റെ ദൈവമേ, നീ വന്നിട്ട് 2-3 ദിവസമായല്ലേ ഉള്ളൂ. അതുകൊണ്ട് നിനക്കധികം അറിയാത്തതുകൊണ്ടാണ്. നല്ല സാധനമാണ്. പിന്നെ 3-4 മാസത്തേന് അയാളിനി അയാളുടെ വീട്ടിലായിരിക്കും എന്നൊക്കെ പറഞ്ഞ്. ആദ്യ ഭാര്യനെ ഡിവോഴ്സാക്കിയതേ ഉള്ളൂടാ. 2 ദിവസം പോലും ആയില്ല. അന്നേരം അടുത്തത് ഡിവോഴ്സായി 2 ദിവസം കഴിയുമ്പോൾ അടുത്ത കല്യാണോ? ഓ, ഇയാൾക്കൊക്കെ എങ്ങനെയാണ് ഈ പെണ്ണുങ്ങളെയൊക്കെ കിട്ടുന്നത്? മെയിനായിട്ടുള്ളടാ പണം വേണം. പണം ഉണ്ടെങ്കിൽ ഏതവളുമാരെയും കിട്ടും. എടാ, പിന്നെ നമുക്ക് എന്തായാലും 2 ദിവസത്തെ അവധിയല്ലേ, പിന്നെ സൺഡേയും കൂടെയാണ്. നിൻ്റെ പ്രകൃതി രമണീയമായ നാടൊക്കെ ഒന്ന് കണ്ടിട്ട് വരാം കേട്ടോ. ഞങ്ങൾക്ക് വൈകിട്ടേ തിരിക്കാം. കിടക്കുന്ന കിടപ്പ് കണ്ടില്ലേ? ഇങ്ങനെ ഒരു കുരിശ് വന്നിട്ട് തലയിൽ വീഴുന്ന ഓർത്തോ? ഉറങ്ങുന്നതൊക്കെ കാണാൻ ഒരു ചന്തമുണ്ട്. ഈ സൈഡിൽ കിടന്നേക്കോ. എൻ്റെ ദൈവമേ, ഉമ്മ എൻ്റെ ചക്കര ഉറങ്ങുവാണ്. സീത, സീത, ഇവിടെ ആരുമില്ലേ? അയ്യോ പാർവതി, എന്താ രാവിലെ ഇങ്ങോട്ട്? എന്തെങ്കിലും വിഷയമുണ്ടോ? അവിടെ ദേവൂട്ടിക്ക് സുഖമല്ലേ? ഞാൻ രാവിലെ അമ്പലത്തിൽ പോയതാ. അന്നേരം ഈ വഴി ഇങ്ങോട്ട് കയറാമെന്ന് വെച്ചാൽ ദേവൂട്ടി സുഖമായിട്ടിരിക്കുന്നു. നീ അവിടെ ഓർത്ത് ബുദ്ധിമുട്ടണ്ട, വിഷമിക്കണ്ട, അവൻ നന്നായിട്ട് നോക്കും. അത് പറയാനും കൂടി ഞാൻ ഇങ്ങോട്ട് വന്നത്. നീ ആണെങ്കിൽ വീട്ടിൽ വരണം കേട്ടോ. ആ, കേട്ടതിൽ ഒത്തിരി സന്തോഷമുണ്ട്. എൻ്റെ കുഞ്ഞിൻ്റെ ജീവിതം. നീ പേടിക്കേണ്ട, അവൾ ഞങ്ങളുടെ സുരക്ഷിത തന്നെയാണ്. പിന്നെ ലച്ചു ഉണ്ടല്ലോ, അവളുടെ കളിക്കൂട്ടുകാരിയല്ലേ. എല്ലാവരും സന്തോഷത്തോടെ ഇരിക്കുന്നു. വരണം കേട്ടോ. എങ്കിൽ ഞാൻ നടക്കുവാണേ. ഈശ്വര, നേരം വെളുത്തോ? ഇതെന്താ ഇത് ഇങ്ങനെ ടൈറ്റ് ആക്കോ? ദൈവമേ, എൻ്റെ കൊച്ചെങ്ങാനും ഇതിൻ്റെ ഇടയ്ക്ക് ഉണ്ടോ? ഈ ആന വിരിഞ്ഞതാണോ? ഇവൾക്ക് കിടക്കാൻ ഇത്ര സ്ഥലം പോരെ, വീണ്ടും ചേർന്ന് വന്നേക്കുവാണോ? അതെ, എന്നെ ഈ കെട്ടിപ്പിടിക്കുന്ന ടൈറ്റ് ഹഗ്ഗൊന്ന് ഒന്ന് ലൂസാക്കിയിരുന്നെങ്കിൽ എനിക്കൊന്ന് എഴുന്നേറ്റ് പോരായിരുന്നു. നീ ആന വിരിഞ്ഞതാണോ? ഇതെന്താ ഇവിടെ? തന്നോടാരെ പറഞ്ഞു എന്നെ കെട്ടിപ്പിടിക്കാൻ? അതെ, ആന മെലിഞ്ഞതാ. എന്തേ, തൊഴുത്തി കെട്ടാൻ പറ്റത്തില്ല, അതുകൊണ്ട്. നീ രാവിലെ തന്നെ എന്നെ ചിരിപ്പിക്കാൻ എഴുന്നേറ്റതാണോ? ആന മെലിഞ്ഞ് മുയിലായത് ഞാൻ ആദ്യമായിട്ട് കാണുക. ഇത് പുതിയ തരം പരിണാമമാണല്ലോ. എന്നെപ്പോലെയുള്ള കാട്ടാളന്മാർക്ക് ഇതറിയത്തില്ല. ആ, നീ ഇനി അത് പറ. ഈ കാട്ടാളിന് ഒരു കുരിശിന് തല വെച്ചാണ് നീ. അവളുടെ മുഖം വീർപ്പിച്ചിട്ടുള്ള നോട്ടം കണ്ട. ഇനിയും വീർപ്പിക്കാതടി, ഇതങ്ങ് പൊട്ടി പോകും കേട്ടാ. ആ, നീ കുളിച്ചിട്ട് വന്നോ? ബാ ഇരിക്കെ, ഞാനാണെങ്കിൽ ഫുഡ് എടുത്ത് വെക്കാം. അല്ലമ്മേ, ഇവിടെയുള്ള ബാക്കി എല്ലാവരും എന്തി? എൻ്റെ കുഞ്ഞിനെ ഞാൻ രാവിലെ കണ്ടില്ലല്ലോ. പിന്നെ രാവിലെ റൂമിൽ നിന്ന് എഴുന്നേറ്റ് പോയവളെയും കാണുന്നില്ല. ആ,
നീ ബാത്റൂമിൽ കുളിക്കില്ലായിരുന്നോ? അവർ രണ്ടുപേരും കൂടെ അവിടുത്തെ കുളപ്പടപ്പിൽ പോയിട്ടുണ്ട്. കുളപ്പടവിലോ? ആരെങ്കിലും കാണത്തില്ലേ? ഇങ്ങോട്ട് പോരട്ടെ. അല്ലെങ്കിൽ വേണ്ട, ഞാൻ അവിടെ വരെ പോവുക. ഞങ്ങൾ ഒരുമിച്ച് കഴിച്ചോളാം. അമ്മ കഴിച്ചോ. അമ്മേ, ഇവിടെയാണെങ്കിൽ ഒത്തിരി മീനുണ്ടല്ലോ, കണ്ടോ? നീ നോക്കിക്കേ. ആടെ എൻ്റെ കുഞ്ഞു മീനൂട്ടി. മീനൂട്ടിക്കാണെങ്കിൽ വിശക്കുന്നുണ്ടോ? മീനൂട്ടി ആണെങ്കിൽ വീട്ടിലേക്ക് ചെന്നു. മമ്മയാണെങ്കിൽ ഡ്രസ്സ് മാറിയിട്ട് അങ്ങോട്ട് വരാവേ. കുളി കഴിഞ്ഞില്ലേ? വൈഫ് വൈഫ് എന്താ ഇവിടെ? മോള് പറഞ്ഞപ്പോൾ ഞാനിങ്ങോട്ട് വന്നതാ. ഇവിടെ ആണുങ്ങൾക്ക് വരാൻ പാടില്ല. മിനൂട്ടി മോളെ, വീട്ടിൽ പൊക്കാം. പിന്നെ ഭാര്യയെ ഇവിടെയുള്ള കുളി അങ്ങ് നിർത്തിയേരെ. അതോ ഇനി ഞാൻ കാണേണ്ടത് വേറെ ആരും കാണുന്നത് എനിക്ക് ഇഷ്ടമല്ല, അതുകൊണ്ട് പറഞ്ഞതാ കേട്ടോ. വൈഫ് ഇവിടുന്ന് ചെല്ല, എനിക്ക് ഡ്രസ്സ് മാറണം. അയ്യോ, രാവിലെ ചീറ്റപ്പുരി പോലെ നിന്ന് എൻ്റെ ഭാര്യയ്ക്ക് ഇപ്പം നാണവോ? ഇതൊക്കെ ഇവിടുന്ന് വരുന്നത്? ഒന്ന് കാണട്ടെ ഒന്ന്. വൈഫ് പ്ലീസ്. ഓക്കെ, ഞാൻ വെളി വെയിറ്റ് ചെയ്യാം. നീ ചേഞ്ച് ചെയ്തിട്ട് വാ. മീനൂട്ടി, ഇതെങ്ങോട്ടാണ് മൈൻഡിലൊക്കെ ഓടിപ്പോകുന്നത്? എന്തി അമ്മ എന്തി? അച്ഛോ, ഞാൻ പാറുമ്മയോട് കുക്കെടുക്കാൻ പറയാൻ വേണ്ടി പോയുമായിരുന്നു. അമ്മയും അച്ഛനും ആണെങ്കിൽ അവിടെ കുളിക്കും ഒരുമിച്ച്. ഒരുമിച്ച് എന്തുവാന്ന്? എൻ്റെ മഹാദേവ, അയ്യോ, ഞാൻ പറഞ്ഞാൽ മനസ്സിലായില്ലേ? അവിടെ കുളിക്കുന്ന തട്ടമ്മ ഇങ്ങനത്തെ സാധനം ഇവിടെ ഇങ്ങനെ കെട്ടി നിൽക്കുക. അന്നേരം അച്ഛൻ വന്നു. അച്ഛൻ വന്നിട്ട് കഴിയുമ്പോൾ എന്നോട് പൊക്കോളാൻ പറഞ്ഞു. എനിക്ക് തോന്നുന്നു അവരെന്നെ കുക്കാൻ കയറിയെന്നാ. ഇപ്പം മനസ്സിലായോ? ആ ബെസ്റ്റ്. ഈ സ്പൈ ഇവിടെ വന്ന് കുറച്ച് കൂട്ടി റിപ്പോർട്ട് കൊടുക്കുന്നുണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട്. എൻ്റെ മഹാദേവ, എന്തൊരവസ്ഥയാ! ദേ കുളിയും കഴിക്ക് രണ്ടാളും വന്നല്ലോ. എന്തൊക്കെയാണ് ഈ കേൾക്കുന്നത്? എൻ്റെ പൊന്നു ലച്ചു, ഇതങ്ങനെയൊന്നുമല്ല. മോള് വെറുതെ പറഞ്ഞതാ അത്. ഓഹോ, ഇപ്പം ശരിയാക്കി തരാം. ലക്ഷ്മി, ആ മോള് പറഞ്ഞ സത്യവാ. ദേവുവിന് നാണമായതുകൊണ്ടാണ് പറയാത്തത്. ഈ കടുവ ഇത് എന്തൊക്കെ പറയുന്നു? താൻ നാണിക്കേണ്ട ദേവു, ഇത് നമ്മുടെ അച്ഛനും അമ്മയല്ലേ. ഹോ, എന്താ മനസ്സിലൊരു ക്ഷീണം പോലെ. ഓ വൈഭവേട്ടാ, ഇത്ര ഓപ്പൺ ആയിട്ട് എല്ലാവരോടും സംസാരിക്കാൻ പറ്റുന്നത് നല്ല കാര്യമാണ്. എൻ്റെ അമ്മ, ഈ വൈഭവേട്ടൻ്റെ പെർഫോമൻസ് അത്ര പോരാ. എന്തോന്ന്? വൈഭവേട്ടന് വിഷമമായോ? അങ്ങനെ ആകാൻ പറഞ്ഞതല്ല കേട്ടോ. ആ കുതിരയുടെ പവറൊക്കെ ഇങ്ങോട്ട് വരട്ടെ അങ്ങോട്ട്. അച്ഛന് കുതിരയുടെ ശക്തി ഇല്ലേ അച്ഛാ? കുതിര പോയിട്ട് ഒരു ഉറുമിൻ്റെ ശക്തിയില്ല എൻ്റെ മീനുട്ടി. എൻ്റെ കുഞ്ഞിന് വിശക്കുന്നില്ലേ? അപ്പം നമുക്ക് പോയി കഴിക്കാം കേട്ടോ. പുല്ല്, ഇവളത് തേങ്ങ ഇപ്പം പറഞ്ഞിട്ട് പോയത്. മോനെ വൈഭവേ, നിനക്കെന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ അച്ഛനോട് പറയണം കേട്ടോടാ. ദേവേട്ടാ, നമുക്ക് ഇവനെ കൊണ്ട് ഹോസ്പിറ്റലിൽ പോയാലോ, കുതിര പവർ കിട്ടാൻ? കുതിര എന്നുള്ള വാക്കിന് ഇവിടെ മിണ്ടിപ്പോയരുത്. അച്ഛനും അമ്മയായിപ്പോയി. അവൾക്ക് പവർ എന്താന്ന് ഞാൻ കാണിച്ചു കൊടുത്തോളാം. എടാ, വണ്ടിയൊക്കെ റെഡിയാ. അപ്പം നിന്റെ നാട് കാണാൻ നമ്മൾ പോവല്ലേ? എറണാകുളത്തുനിന്ന് നിന്റെ നാട്ടിലേക്കൊരു യാത്ര. ആ വാടാ, നമുക്ക് ഇറങ്ങിയേക്കാം. അല്ലെങ്കിൽ പിന്നെ ഉച്ച കഴിഞ്ഞിട്ട് ഒരു വൈകിട്ടാകുന്ന ആ സമയമാകുമ്പോൾ അവിടെ എത്താമല്ലോ. ഇവിടെ ഉള്ളവങ്ങളെയൊക്കെ കണ്ട് മടുത്ത്. ഇനി കുറച്ച് നാടൻ തരുണിമണികളെ കാണാമല്ലോ. എന്തായാലും വാ, ഞാൻ ഭയങ്കര എക്സൈറ്റഡാ. ഏട്ടാ, നെക്സ്റ്റ് വീക്കോടെ നമ്മുടെ സ്കൂളിൻ്റെ എക്സാംസ് സ്റ്റാർട്ട് ചെയ്യുക. ഓക്കെ, അന്നേരം ഇപ്പോൾ സ്റ്റഡി ലീവ് ആയിരിക്കും അല്ലേ? പിന്നെ 2 മാസം കഴിഞ്ഞിട്ടല്ലേ അടുത്ത ബാച്ച്? ആ അതെ ഏട്ടാ. നമ്മൾ എത്ര പേർക്ക് സ്പോൺസർ ചെയ്യുന്നു? ഞാൻ ഉദ്ദേശിക്കുന്നത് നമ്മുടെ ഈ VB കമ്പനിയുടെ ഈ പ്രാവശ്യത്തെ പ്രോഫിറ്റ് വരുമ്പം സാമ്പത്തികമായി പിന്നോട്ട് നിൽക്കുന്ന ഒരു 100 കുട്ടികൾക്ക് സ്പോൺസർ ചെയ്യാം. അന്നേരം അവരുടെ കാര്യങ്ങളും കണക്കും പേരും ഒക്കെ അന്വേഷിച്ച് ഒരു ഇൻഫോർമേഷൻ നിങ്ങൾ സബ്മിറ്റ് ചെയ്താൽ മതി. ഏട്ടനാണെങ്കിൽ 2 ദിവസം കഴിയുമ്പോഴല്ലേ കൊച്ചിയിലേക്ക് തിരിച്ചു പോകുന്നത്. കൂട്ടത്തിൽ ഞങ്ങളും വരുന്നുണ്ട്. കല്യാണം കഴിഞ്ഞ് ഞാനും ലച്ചുമായിട്ട് എങ്ങോട്ടും പോയിട്ടില്ല. അവിടെ സ്ഥലങ്ങളൊക്കെ അവളെ കാണിക്കാമല്ലോ. അതിനിപ്പോൾ എന്താടാ, നീ വാ. ഏട്ടാ, പിന്നെ ഞാനൊരു കാര്യം ചെയ്യട്ടെ. ദേവുവിനെ ചേട്ടന് ഇഷ്ടമാണോ? ദേവുവിനെ ഇഷ്ടപ്പെടാതിരിക്കാൻ ഞാനൊരു കാരണവും കാണുന്നില്ലടാ. എനിക്കവളെ ഇഷ്ടമാണ്. എനിക്കത് കേട്ടാൽ മതി മോനെ.
ഞാനാണെങ്കിൽ ഒത്തിരിയധികം വിഷമിച്ചായിരുന്നു. നിന്റെ സമ്മതം പോലും ചോദിക്കാതെ ഒരു ദുരന്തത്തിൽ നിന്ന് നിന്റെ മനസ്സിന് ഇഷ്ടപ്പെടാതെ ഞാൻ വേറൊരു ദുരന്തത്തിലേക്ക് തള്ളി വിട്ടുവന്നു. എന്തായാലും ഇപ്പം എനിക്ക് സമാധാനമായി. പിന്നെ കുറച്ച് കുതിരപ്പവറൊക്കെ വരുത്തിക്കാം കേട്ടോ. എൻ്റെ അച്ഛൻ എനിക്ക് നല്ലതല്ലേ വരുത്തൂ. അത് തിരിച്ചറിയാൻ ഞാൻ കുറച്ച് വൈകിപ്പോയി. അവളുടെ ഒരു കുതിര. നീ എന്താടി കുഞ്ഞുറങ്ങി കഴിഞ്ഞിട്ട് ആൾ കൂട്ടാണ്ട് വന്നത്? എൻ്റെ ലച്ചു, മീനൂട്ടി വെള്ളം കണ്ട ചാടാതിരിക്കാതെ തോന്നുന്നുണ്ടോ? പിന്നെ ഞങ്ങൾ രണ്ടുപേരും കുളിച്ച് കയറേണ്ട വരും. പിന്നെ കുറേ നേരം വെള്ളത്തിൽ കിടന്ന അവൾക്ക് വല്ല പനിയും വന്നാലോ? രാവിലെ തന്നെ കയറാൻ കുറച്ച് പാടായിരുന്നു. അത് നീ പറഞ്ഞത് ശരിയാ. പിന്നെ ഞാൻ നിന്നോട് ഒരു കാര്യം ചോദിക്കണമെന്ന് കരുതിയതാ. നീ ഓക്കെ അല്ലേ ഈ മാരേജിനോട്? ലച്ചു, ഞാൻ ഓക്കെ ആടി. എനിക്ക് സ്വപ്നം പോലും കാണാൻ പറ്റാത്ത ബന്ധമായത്. പിന്നെ എന്നെ നന്ദേട്ടൻ പറ്റിച്ചപ്പോഴും ഒരു വാക്കുപോലും പറയാതെ എന്നെ സ്വീകരിക്കാൻ വൈഭവായിട്ട് റെഡി ആയല്ലോ. അത് മതി എനിക്ക്. അത് കൂടുതലൊന്നും വേണ്ട. എനിക്കിത് കേട്ടാൽ മതിയായിരുന്നു എൻ്റെ ദൈവു. എനിക്കൊത്തിരി സന്തോഷമായി. നമുക്കിവിടെ കുറച്ച് നേരം ഇരുന്നിട്ട് പോകാമല്ലേ? വാവ്, എടാ ഈ പ്ലേസ് എന്ത് ബ്യൂട്ടിഫുള്ളാ. ഇതെന്താ വെള്ളത്തിൻ്റെ സൗണ്ട്? അരുവിയുണ്ടടാ, വാ കാണിച്ചു തരാം. ആ എങ്കിൽ പിന്നെ വേഗം അങ്ങോട്ട് നടക്കാം, ചാടി കുളിച്ചേക്കാം. എടി ദേവു, ആരൊക്കെയോ നടന്നു വരുന്ന സൗണ്ട് കേൾക്കുന്നുണ്ടല്ലോ. ആഹാ, ഇതാരാ ഇത്? സുഖമല്ലേ? ബാ ദേവു, നമുക്ക് പോയേക്കാം. ഈ നാട്ടിലില്ലാത്ത ഇവനോടൊക്കെ സംസാരിക്കേണ്ട ആവശ്യമില്ല. അവൻ ചോദിച്ചത് കേട്ടില്ലേ, നിനക്ക് സുഖമല്ലേന്ന്. പരമസുഖം തന്നെ. വഴിന്ന് മാറി ഞങ്ങൾക്ക് പോകണം. നീ ആ കല്യാണ പന്തലിൽ നിന്ന് ഇറങ്ങിപ്പോയപ്പോൾ തന്നെ നിന്റെ ചതി ഞങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി. കൂട്ടുകാരിയായിട്ട് വന്നതല്ലേ നാട് കാണാൻ. കാണിച്ചിട്ട് പോ ഇവന്മാരെ. എന്തിനാ ഇവന്മാരോടൊക്കെ മിണ്ടിക്കൊണ്ടിരിക്കുന്നു ലച്ചു? വാ നമുക്ക് പോകാം. എടാ, നീ ഇത്ര നല്ല ഒരെണ്ണത്തിനാണോ നീ കളഞ്ഞിട്ട് പോന്നെ? ഇതൊക്കെ ആസ്വദിച്ചിട്ട് വേണ്ടേടാ വിടാ. എടാ, നീ ആ പെണ്ണിനെ വിട്. ഇനി പ്രശ്നം ഉണ്ടാക്കരുത്. എടാ, വാ നമുക്ക് പോകാം. ഇന്നെന്താ പതിവില്ലാത്തൊരു നേരത്തെ ഉറക്കം? അത് സോഫയിൽ. ഇവൾക്ക് എന്ത് പറ്റി? പനി വലുതോ ആണോ? ഹലോ എടി, എവിടെ അറിയാൻ? ദേവു, ദേവു, കുതിരപ്പുറത്ത് പരിശോധിക്കണ്ടേ ഇവൾക്ക്? ദേവു, ആ എന്താ? മോളാണെങ്കിൽ അമ്മയുടെ കൂടെ കിടക്കുന്നെന്ന് പറഞ്ഞു. അതാ ഞാനിവിടെ. അതെനിക്ക് മനസ്സിലായി. ഞാൻ താഴെ നിന്ന് അമ്മേനെ കണ്ടിട്ട് കയറി വന്ന. പക്ഷേ എൻ്റെ ഭാര്യ എൻ്റെ കൂടെ കട്ടിലയിലാണ് കിടക്കേണ്ടത്, അല്ലാതെ സോഫയിലല്ല. പിന്നെ നാളെ നമ്മൾ എറണാകുളത്തേക്ക് പോവുക. അതുകൊണ്ട് കുറച്ച് ഡ്രസ്സ് പാക്ക് ചെയ്യാനുണ്ട്. നീ എഴുന്നേക്ക്. അയ്യോ എൻ്റെ പൊന്നു ദൈവം, ഞാൻ ചുമ്മാ പറഞ്ഞതാ. നീ എന്താ വിഷമിക്കാൻ വേണ്ടി പറഞ്ഞതല്ല. ബാ, ഞാനും ഹെൽപ്പ് ചെയ്യാം. നീ ബാ. പിന്നെ നാളെ പുറപ്പെട്ടാൽ വൈകിട്ടേ എത്തത്തുള്ളൂ കേട്ടോ, രാത്രിയാവും എത്തുമ്പോൾ. ദേവു, ലച്ചു, ദേ ആ കാണുന്ന നമ്മുടെ വീട് കേട്ടോ. നിങ്ങൾ നടന്നോ, ഞങ്ങളാണെങ്കിൽ ലഗേജുമായിട്ട് വന്നോളാം. ലച്ചു കൊച്ചിനെ എടുത്തോണേ. ഹലോ, എന്താ പുറത്തേക്ക് നോക്കി നിൽക്കുന്നത്? വീട് ഇഷ്ടമായില്ലേ? രാവിലെ മുതൽ ഞാൻ ശ്രദ്ധിക്കുന്നു, നല്ല മൂഡ് ഓഫ് ആയിരുന്നല്ലോ. ഇപ്പോൾ ഓക്കെ ആയോ? മോളാണെങ്കിൽ ഇന്ന് അവരുടെ കൂടെ കിടക്കുന്നത്. അയ്യോ, അത് അവർക്ക് ബുദ്ധിമുട്ടായില്ലേ? എടുത്തോണ്ട് വരായിരുന്നു. ഏയ് അത് സാരമില്ല. നാളെ ഞാൻ ഓഫീസിൽ പോകുമ്പോൾ ഫുൾ ടൈം അവൾ തൻ്റെ കൂടെ ആയിരിക്കും. ഞാൻ തനിക്ക് ഫ്ലവേഴ്സ് വാങ്ങിയതാ. എന്നാ വാ, ഇത് കൊള്ളാലോ. ഇതെന്താ പതിവില്ലാതെ പെട്ടെന്ന് ഫ്ലവേഴ്സൊക്കെ? ദേവു ഈ പൂക്കളെ പോലെ അത്രയും മനോഹരമാണ്. എനിക്ക് തരണമെന്ന് തോന്നി. ദേവു, ഞാൻ ദേവുവിനെ ഒന്ന്
കിസ് ചെയ്തോട്ടെ. എന്താ ദേവു ഒന്നും മിണ്ടാത്ത? ദേവുവിൻ്റെ ഈ സൈലൻസ് ഞാൻ അക്സെപ്റ്റൻസ് ആക്കിക്കോട്ടെ. എനിക്ക് പറ്റുന്നില്ല ദേവു ഇനി കൺട്രോൾ ചെയ്യാൻ. അതാ ലക്ഷ്മി, മീനൂട്ടി എഴുന്നിട്ടില്ലേ? മീനൂട്ടിയാണെങ്കിൽ അവിടെ നല്ല ഉറക്കമാണ്. അതിരിക്കട്ടെ, ദേവു ജീവനോടെ ഉണ്ടോ? അവൻ്റെ 3 ദിവസത്തെ പ്ലാനിങ്ങാ. ഒന്ന് പോടാ, എനിക്ക് അവളോട് സ്നേഹം മാത്രമേ ഉള്ളൂ. പിന്നെ എൻ്റെ പവർ അവൾ അറിഞ്ഞു, അത്രയേ ഉള്ളൂ. അവിടെ കിടക്കുന്നുണ്ട്, ക്ഷീണമാണ്, ഞാൻ എഴുന്നേപ്പിച്ചിട്ടില്ല. അടിപൊളി. എന്തായാലും നിങ്ങളിരുന്ന് കഴിക്കേ, ഞാൻ അവരെ എന്നൊക്കെ മുറകം കൊടുത്തോളാം. കുട്ടികൾ പോയിട്ട് ഇപ്പോൾ ഒരാഴ്ചയായി. അവൻ്റെ പരിപാടിയും അവൻ്റെ മീറ്റിംഗൊക്കെ വേഗം കഴിയുമായിരുന്നെങ്കിൽ അവരോട് തിരിച്ചു വരാൻ പറയാമായിരുന്നല്ലേ ദേവേട്ട. ഈ കിളിക്കാമ്പട്ടികളില്ലാതെ വീട് ഉറങ്ങിയ പോലെയാ. ഉത്സവമാകുമ്പോൾ അവരിങ്ങെത്തില്ലേ പാറു, നീ വിഷമിക്കാതെ. ഈ അച്ഛൻ്റെ അമ്മയ്ക്കും കളയാൻ കുറേ നേരം എടുക്കുന്ന തോന്നുന്ന അവിടെ ഭയങ്കര പോയിഞ്ഞ. നമുക്ക് താരയൊക്കെ പറ്റിയെ പോയി 2 ചോക്ലേറ്റ് വാങ്ങിച്ചാലോ? അയ്യടാ, ചോക്ലേറ്റ് കഴിക്കാനല്ലേ എൻ്റെ കൊച്ചിങ്ങനൊക്കെ പറയുന്നത്. പുഴുപ്പലൊക്കെ വന്ന് പല്ലൊക്കെ തോരപ്പം കൊണ്ടുപോകും കേട്ടോ എൻ്റെ മീനൂട്ടിയെ. എന്തായാലും ബാ, ഒരെണ്ണം വാങ്ങിച്ചു തരാം. എക്സ്ക്യൂസ് മീ, വൈഭവ് ഇവിടെ ഉണ്ടോ? ആ, ഒരു മീറ്റിംഗ് അറ്റൻഡ് ചെയ്യുക. ആരാ? ഞാനാരെന്ന് നിനക്കറിയത്തില്ലേ? വൈഭവിൻ്റെ ഭാര്യ. എന്താ, ഇതൊന്നും വൈഭവ് പറഞ്ഞു തന്നില്ലേ? ഞാൻ അറിഞ്ഞു എല്ലാവരും കൂടെ പിടിച്ച് വൈഭവിനെ കെട്ടിച്ചത്. നിന്റെ കുടുംബമാണെങ്കിൽ ഒരു 2ാം കെട്ടുകാരനെ കെട്ടിച്ചു കൊടുക്കണമെങ്കിൽ നിനക്ക് സാരമായിട്ടുള്ള എന്തെങ്കിലും പ്രശ്നം കാണുമല്ലോ. നിന്റെ ആദ്യ കാമുകൻ്റെ കൂടെ നീ കിടന്നിട്ടുണ്ടോ? രേവതി, എത്ര ധൈര്യം ഉണ്ടായിട്ടടി നീ അങ്ങനെ അവരോട് പറഞ്ഞത്? കൂടത്തിൽ കിടക്കുന്ന ഭർത്താവിനെ ഉപേക്ഷിച്ച് കണ്ടവന്മാരെ തേടിപ്പോന്ന ആരാ? അവളാണോ അതോ നീയാണോ? നിനക്ക് നല്ല ഭാര്യയാകാനുള്ള ക്ലാസ്സിന് വേണമെങ്കിൽ അവളുടെ അടുത്ത് വന്ന് നീ ജോയിൻ ചെയ്യുക, ഫ്രീ ആയിട്ട് എടുത്തു തരും. ഈ ഒരെണ്ണം നിനക്ക് തന്നില്ലെങ്കിലേ ഞാനാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഇനി മേലെ എൻ്റെ ജീവിതത്തിൽ തന്നെ നീ കണ്ടുപോയേക്കില്ല. അത് കലക്കി അച്ഛാ. പണ്ട് ആഞ്ഞിക്കുന്ന ഷാനി എന്നെ പിറ്റിയപ്പോൾ ഞാൻ ഒരെണ്ണം കുക്കണമെന്ന് ഓർത്തതാ. അടിപൊളിയായിട്ടുണ്ട്. എൻ്റെ പൊന്നോ, എൻ്റെ മീനൂട്ടി, നീ ഇങ്ങനെ നിൻ്റെ അച്ഛനെ സപ്പോർട്ട് ചെയ്തേല്ലേ കേട്ടോ. എൻ്റെ ദേവും കണ്ടോ, ദേവുമ്മേടെ എപ്പോഴും പറയുന്ന എൻ്റെ അച്ഛനാണെങ്കിൽ പവറില്ല പവറില്ലാന്ന്. ഇത് കണ്ടോ, നല്ല പവറുണ്ട്, ഹോസ് പവർ. എൻ്റെ മീനൂട്ടിയെ, ആ പവറൊക്കെ നിൻ്റെ അമ്മയ്ക്ക് മനസ്സിലായടി. നിങ്ങൾ രണ്ടുപേരും കൂടെ താഴെ ചെന്നോ. ഞാനാണെങ്കിൽ ഇവിടുത്തെ പരിപാടി ഇപ്പം തീർത്തിട്ട് വരാം. ചെല്ലു കേട്ടോ. വേണ്ട വൈഭവേട്ടാ, ഇപ്പം പരിപാടിയൊക്കെ തീരുമെങ്കിൽ ഞങ്ങൾ അവിടെ വന്നിരുന്നോളാം. പിന്നെ നമുക്ക് ഒരുമിച്ച് പോകാമല്ലോ, അത് മതിയെന്നേ. അവിടെ വെയിറ്റ് ചെയ്തോളാം. വാടോ, എന്താ അവിടെ തന്നെ നിന്ന് കളഞ്ഞത്? തൻ്റെ കാര്യം എന്നോട് അച്ഛൻ പറഞ്ഞായിരുന്നു. എനിക്ക് സന്തോഷമുള്ളൂ തന്നെ പോലെയുള്ള നല്ല ആൾക്കാർക്ക് ജോലി കൊടുക്കുന്നതിൽ. വന്നിരിക്കേ. സാറേ, ഒരുപാട് നന്ദിയുണ്ട്. എനിക്കാണെങ്കിൽ ഈ ജോലി ഭയങ്കര അത്യാവശ്യമായിരുന്നു. എൻ്റെ അമ്മയുടെ ചികിത്സയും എല്ലാം കൂടെ ഒരുപാട് നന്ദിയുണ്ട് സാർ. എക്സ്ക്യൂസ് മീ സാർ, അകത്തേക്ക് വന്നോട്ടെ? ആ, ബാ ബാ, കയറി വാ. ഞാൻ നിങ്ങൾക്ക് വേണ്ടി തന്നെയാണ് വെയിറ്റ് ചെയ്തുകൊണ്ടിരുന്നത്. പിന്നെ നീ എന്താടാ അങ്ങോട്ട് നോക്കുന്ന? എൻ്റെ മുഖത്ത് നോക്കി സംസാരിക്കടാ. നീ എൻ്റെ നാട്ടിൽ വന്നിട്ട് ചെയ്ത് കൂട്ടിയതൊന്നും ഞാൻ അറിയത്തില്ലെന്ന് നീ കരുതിയോ? അത് നിൻ്റെ വെറും ഒരു തെറ്റിദ്ധാരണയാണ്. അതുകൊണ്ട് മക്കളുടെ ജോലി ഇവിടുത്തെ ഇന്നുകൊണ്ട് അവസാനിക്കുക. നാളെ മുതൽ ഈ വഴിക്ക് നിങ്ങളെ കണ്ടുപോയേക്കരുത്. എൻ്റെ മഹാദേവ, ഇയാൾ ഇവിടെയായിരുന്നോ വർക്ക് ചെയ്യുന്നത്?
സാർ അത് അറിയാണ്ട് പറ്റിപ്പോല, സോറി. നിന്റെ സോറി ഇവിടെ വില പോകില്ല. നീ അന്ന് ആ കല്യാണ മണ്ഡപത്തിൽ വെച്ചിട്ടിട്ട് പോയപ്പം എത്രയധികം നിസ്സായാവസ്ഥയോടെയാണ് ഇവള് കടന്നു പോയെന്ന് നീ അനുഭവിക്കണം. മാൻ ഈ ജോലി കാരണമല്ലേ ഇവളെ ഇട്ടിട്ട് പോയത്. പൊക്കോ, ഇവിടെ ഇനി നിന്റെ ആവശ്യമില്ല. സാറേ, ഒരു പ്രാവശ്യത്തേക്ക് മാപ്പാക്കണം. സാറിൻ്റെ ഭാര്യ എന്ന് അറിഞ്ഞിട്ടെങ്കിൽ ഞാൻ അങ്ങനെ ചെയ്യില്ലായിരുന്നു. ഇതെന്തിനാണെന്നറിയോ? എൻ്റെ ഭാര്യ എന്നല്ല, ഒരു സ്ത്രീകളോടും നീ അങ്ങനെ പെരുമാറാതിരിക്കാൻ. ഇതേ എനിക്കൊരു സമാധാനത്തിന്. അപ്പം ഏട്ടാ, നമുക്ക് ഇറങ്ങിയേക്കാം. എൻ്റെ സീത അമ്മയുടെ പുറകെ ഓടി 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 എൻ്റെ ദൈവം ഇപ്പം പകുതിയായി. ദൈവനെ പോലെ തന്നെ രണ്ട് കുസൃതിക്കുട്ടന്മാരെ തന്നെ. മോളെ ലച്ചു, എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയാൻ മേലായിരുന്നോ? ഈ നിറവയറും വെച്ചാണ് ഇങ്ങോട്ട് കടന്നു വരുന്നത്. അത് കുഴപ്പമില്ല സീതമ്മേ, ഞാനെങ്കിൽ കുറച്ച് വെള്ളം കുടിക്കാൻ വേണ്ടി വന്നതാ. അമ്മോ, അപ്പോ എവിടെ പോയി ഒളിച്ചിരിക്കുന്ന ഈ ഇതുങ്ങൾ? ഞാനെങ്ങനെ കണ്ടുപിടിച്ച് രണ്ടെണ്ണം വെച്ച് തരും കേട്ടോ. കുളിച്ച് കഴിഞ്ഞിട്ട് ഓടിയതാ. നേരെ ജോൻ തല പോലും തുറത്തിട്ടില്ല. അമ്മോ എവിടെയാ? ഓട് വന്നേ. അമ്മ വരുന്നുണ്ട്, ഓടിച്ചോ. അമ്മൂട്ടി, ഇതെന്താ അമ്മേനെ പറ്റിച്ച് രണ്ടെണ്ണം കൂടെ വിളിച്ചു നിൽക്കുവാണോ? ദേവു ഇവിടെയുണ്ട്. രാവിലെ മുതൽ ഇതുങ്ങളുടെ പുറകെ ഞാൻ ഓടുന്നതാ. രണ്ടെണ്ണം കൂടെ എൻ്റെ മീനൂട്ടിനെ കണ്ട് പഠിക്ക്. ഇത് പാവാന്നറിയോ? വഴക്ക് പറയാതെ എൻ്റെ ദേവു, എൻ്റെ സുന്ദരി മണികളെ. രണ്ടുപേരും അമ്മൂമ്മയുടെ അടുത്ത് നിന്ന് തലമുടിയൊക്കെ നന്നായിട്ട് തോർത്തു. നീയാണെങ്കിൽ മീനുട്ടീനെ സ്കൂളിലാക്കിയല്ലേടാ? ബാ, രണ്ടുപേരെ ഞാൻ അമ്മൂമ്മയുടെ അടുത്ത് എടുത്തോണ്ട് പോയേക്കാം. ആ അതെ അച്ഛാ, അച്ഛൻ എന്നെങ്കിൽ ചെല്ല അമ്മയുടെ അടുത്ത്. നീ എന്താടി ഭാര്യ മുഖം വെറുപ്പിച്ചിരിക്കുന്നു? നിനക്കല്ലായിരുന്നു എൻ്റെ പവറിലൊരു ഡൗട്ട്. ഞാനറിഞ്ഞു ഒരു വെടിക്ക് രണ്ട് പക്ഷികൾ വരാൻ പോകുന്നത്. ഡൗട്ടൊക്കെ മാറി. ഹെഡിയേ, നിനക്ക് ഓക്കെ ആണെങ്കിൽ നമുക്ക് വീണ്ടും ട്രൈ ചെയ്താലോ? എന്താ നിൻ്റെ അഭിപ്രായം? ഏയ്, അതിന് ഞാൻ സമ്മതിക്കത്തില്ല. ഇപ്പം തന്നെ ഞങ്ങളുടെ കൂടെ 3 കുട്ടികളാ. ഇനിയും കുട്ടികളുണ്ടായാൽ ഞാനാണെങ്കിൽ നിലത്ത് കിടക്കേണ്ടി വരും.